ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, CBSE പരീക്ഷ മുതൽ ഉള്ള ക്രമക്കേടുകൾക്ക് ഉത്തരവാദിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സോനം വാങ്ചുക് കഴിഞ്ഞ 21 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചത്. ഈ മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1966 ലഡാക്കിലെ ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ച വാങ്ചുക്, അദ്ദേഹത്തിന് 9 വയസ്സ് വരെ സ്കൂളിൽ പോകാനായില്ല. അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഓടിപ്പോയി ഡൽഹിയിലെ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പലിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വിവരിക്കുകയും അങ്ങനെ പിന്നീട് ഡൽഹിയിലാണ് അദ്ദേഹം പഠിക്കുന്നത്. തിരിച്ചു വന്നതിന് ശേഷം ലഡാക്കിൻ്റെ പൈതൃകം സംരക്ഷിക്കുന്നതുമായിട്ടും അതുപോലെ തന്നെ നവീനമായ കൃഷിരീതികൾ, അതുപോലെ സൗരോർജ്ജത്തിൽ നിന്ന് എങ്ങനെ മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ കൃഷിക്കും മറ്റും ആവശ്യമായ ഊർജം സംഭരിക്കാമെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ധാരാളം ഗവേഷണങ്ങൾ നടത്തുകയും അതുപോലെ അദ്ദേഹം അത് പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ തികച്ചും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നടത്തുന്ന സമരത്തിൽ സ്വയം വന്നാണ് അദ്ദേഹം ഈ നിരാഹാരത്തിൽ സമരം ആരംഭിക്കുന്നത്. ഇരുപത്തൊന്ന് ദിവസത്തെ നിരാഹാരത്തിന് ശേഷം സോനം വാങ്ചുക്കിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 21 ദിവസമായി അദ്ദേഹം ജന്തർ മന്ദറിൽ നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. വളരെ ന്യായമായ ആവശ്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. CJPയുടെ ബാനറിൽ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, CBSE പരീക്ഷ മുതൽ ഉള്ള ക്രമക്കേടുകൾക്ക് ഉത്തരവാദിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സോനം വാങ്ചുക് കഴിഞ്ഞ 21 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചത്. സോനം വാങ്ചുക് എന്നാൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് 2023 ലഡാക്കിൻ്റെ സ്വയംഭരണാവകാശത്തിന് വേണ്ടിയും അതിനെ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുമായിട്ടുള്ള വലിയ സമരങ്ങൾ നയിച്ച ആൾ എന്ന നിലയിലാണ്. എന്നാൽ സോനം വാങ്ചുക് രാജ്യം കണ്ട ഏറ്റവും പ്രമുഖ എഞ്ചിനീയർമാരിൽ ഒരാളാണ്. അദ്ദേഹം സൃഷ്ടിച്ച പല മാതൃകകൾ, വേനൽക്കാലത്ത് ജലം ലഭിക്കുന്നതിനായിട്ട് ഈ മഞ്ഞുമലകൾ, അതായത് ഹിമാനികൾ കൃത്രിമമായി ഉണ്ടാക്കി അവയിൽ വെള്ളം സംഭരിക്കുന്ന രീതി വനപ്രദേശങ്ങളിൽ അദ്ദേഹം വളരെ വിജയകരമായി തന്നെ ലഡാക്കിൽ പരീക്ഷിക്കുകയുണ്ടായി. അതുപോലെ ഈ ലഡാക്കിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഉണർവിനായിട്ട് അദ്ദേഹം വിദ്യാർത്ഥികളുമായിട്ട് ചേർന്നിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1966 ലഡാക്കിലെ ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ച വാങ്ചുക്, അദ്ദേഹത്തിന് 9 വയസ്സ് വരെ സ്കൂളിൽ പോകാനായില്ല. കാരണം വളരെ ലളിതമാണ്, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്കൂളുകളെ ഉണ്ടായിരുന്നില്ല. പ്രാഥമിക പാഠങ്ങൾ അമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ട് 9ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജമ്മു കാശ്മീരിലെ ഒരു മന്ത്രിയായി പോയപ്പോൾ ശ്രീനഗറിൽ എത്തുകയും അവിടെ 9ാം വയസ്സിൽ അദ്ദേഹം അവിടുത്തെ കേന്ദ്രീയ വിദ്യാലയത്തിൽ ചേരുകയും ചെയ്തു. പക്ഷേ അവിടെ അദ്ദേഹം തന്നെ പറയുന്നത് വളരെ കഠിനമായ ദിനങ്ങളായിരുന്നു. കാരണം അദ്ദേഹത്തിന് അവിടുത്തെ ഭാഷ അറിയില്ല, അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ പൊതുവേ എല്ലാവരും തന്നെ ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരു സ്ഥിതിയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഓടിപ്പോയി ഡൽഹിയിലെ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പലിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വിവരിക്കുകയും അങ്ങനെ പിന്നീട് ഡൽഹിയിലാണ് അദ്ദേഹം പഠിക്കുന്നത്. അതിനുശേഷം 88 അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് ശ്രീനഗർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവർ ബിരുദമെടുക്കുന്നു. അതിനുശേഷമാണ് ഫ്രാൻസിൽ അദ്ദേഹം മണ്ണിൽ ഉണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സിനെ കുറിച്ച് അദ്ദേഹം ഫർദർ സ്റ്റഡി നടത്തി അതിൽ 2 വർഷത്തെ ബിരുദം നേടുന്നത്. തിരിച്ചു വന്നതിന് ശേഷം
ലഡാക്കിൻ്റെ പൈതൃകം സംരക്ഷിക്കുന്നതുമായിട്ടും അതുപോലെ തന്നെ നവീനമായ കൃഷിരീതികൾ, അതുപോലെ സൗരോർജത്തിൽ നിന്ന് എങ്ങനെ മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ കൃഷിക്കും മറ്റും ആവശ്യമായ ഊർജം സംഭരിക്കാമെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ധാരാളം ഗവേഷണങ്ങൾ നടത്തുകയും അതുപോലെ അദ്ദേഹം അത് പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് റമൻ മാഗ്സസെ അവാർഡും അതുപോലെ മറ്റു പല ബഹുമതികളും ലഭിച്ചിട്ടുള്ള മനുഷ്യനാണ്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പല പദ്ധതികളിലും വാങ്ചുക്കിൻ്റെ ഉപദേശം സ്വീകരിച്ചിട്ടുമുണ്ട്. സ്വന്തം നിലപാടുകളിൽ എന്നും ഉറച്ചു നിന്നിട്ടുള്ള വാങ്ചുക്ക് ഇവിടെ തികച്ചും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നടത്തുന്ന സമരത്തിൽ സ്വയം വന്നാണ് അദ്ദേഹം ഈ നിരാഹാരത്തിൽ സമരം ആരംഭിക്കുന്നത്. അങ്ങനെ പക്ഷേ 21 ദിവസമായിട്ടും ഇതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കാനോ ഒന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഇങ്ങനൊരു സമരം നടക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങളുമെല്ലാം തന്നെ നിശബ്ദത പാലിക്കുകയായിരുന്നു. ഈ മനുഷ്യൻ്റെ സത്യാഗ്രഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ട് ശ്രീരാമലു നടത്തിയ മരണം വരെ നടത്തിയ സത്യാഗ്രഹത്തിനെയാണ്. കൃത്യമായിട്ട് നിലപാടുകളോടെയാണ് സോനം വാങ്ചുക്ക് ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് തികച്ചും ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അഴിമതികൾ നടന്നത് ഇപ്പോൾ CBSE പരീക്ഷകളിലായാലും നീറ്റ് പരീക്ഷയിലും നടന്നിട്ടുള്ള അഴിമതികൾ അന്വേഷിക്കപ്പെടണം. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി രാജിവെക്കണം എന്നുള്ളതായിരുന്നു ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൽ ഈ 21-ാം ദിവസം അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ അധികൃതർക്ക് വിലപ്പെട്ടതല്ലെങ്കിലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സോനം വാങ്ചുക്കിൻ്റെ ജീവൻ ഏറെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ യാതൊരു കാരണവശാലും നഷ്ടപ്പെട്ടുകൂടാ. കാരണം അദ്ദേഹത്തിൻ്റെ സേവനം ഭാവിയിലും രാജ്യത്തിന് ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് പ്രവർത്തിക്കാവുന്ന മേഖലകൾ എത്രയോ കൂടുതൽ ഈ രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന വലിയ കാർഷിക ഗ്രാമീണ മേഖലകളിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ തികച്ചും പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സോനം വാങ്ചുക്ക്. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. ഈ ജീവൻ എന്തു വില കൊടുത്തും സംരക്ഷിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നഷ്ടം വ്യക്തി എന്നുള്ള രീതിയിലുള്ള നഷ്ടമല്ല, മറിച്ച് ഈ രാജ്യത്തെ വളരെ പ്രമുഖനായ അങ്ങേയറ്റം കഴിവുറ്റ ഒരു ശാസ്ത്രജ്ഞൻ നഷ്ടമാവുക എന്നുള്ളതാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടരുത്, അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് ഈ രാജ്യത്തെ മനുഷ്യരെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ആ സമരത്തിൽ വാങ്ചുക്കിനെ തുടർന്ന് ഇപ്പോൾ ദീപ്കെ ആ സമരത്തിലേക്ക് നിരാഹാര സമരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമരം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ സമരങ്ങൾ ഇനിയെങ്കിലും അധികൃതരുടെ കണ്ണു തുറപ്പിക്കും എന്ന് നമുക്ക് ന്യായമായിട്ടും വിശ്വസിക്കാം.